കേരള രാഷ്ട്രീയത്തിൽ വളരെ വിസ്മയകരമാകുന്ന ചില കാര്യങ്ങളുണ്ടാകുമെന്നുള്ളത് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ആ വിസ്മയങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഇന്നലെ ഏതാണ്ട് പുറത്തായിരിക്കുകയാണ്. അത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം അഥവാ മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ശക്തി അവർ LDF വിടുകയും UDF എത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറത്ത് വെച്ച് ജോസ് കെ മാണിയും അതുപോലെ തന്നെ മലപ്പുറത്തെ പ്രമുഖനായിട്ടുള്ളൊരു വ്യവസായിയും മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള KMCCയുടെ പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹവുമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ വെച്ച് ചില ധാരണകൾ ഉണ്ടാക്കിയെന്നും പക്ഷേ അതുമായി പിന്നീട് ചർച്ചകൾ മുന്നോട്ട് പോയില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ജോസ് കെ മാണി ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ദുബായിലാണുള്ളത്. ആ ദുബായിൽ വെച്ചിട്ട് അദ്ദേഹം നിരവധി ആളുകളുമായിട്ട് ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ ഏതാണ്ട് ധാരണയാവുകയും ചെയ്തു. ആ ധാരണയാവുകയും ചെയ്തേക്കുന്നത് 6 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പായും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഏതാണ്ട് 10ഓളം സീറ്റുകൾ കൃത്യമായി നൽകാമെന്നും അതിൽ 7-8 സീറ്റുകളിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു ഓഫറാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിക്ക് കൊടുത്തേക്കുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് 5 MLA-മാരാണുള്ളത്. ആ 5 MLA-മാരുള്ള സിറ്റിംഗ് സീറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകുമെന്നും കൂടാതെ ഒരു സീറ്റ് കൂടി, അതായത് ജോസ് കെ മാണി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന പാലാ സീറ്റ് കൂടി താങ്കൾക്ക് ഉറപ്പായിട്ടും നൽകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നൽകാൻ ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. കാരണം അവിടെ മത്സരിച്ചു കൊണ്ടിരുന്ന മാണി സി കാപ്പൻ ഇപ്പോൾ അവിടെ മത്സരിക്കാൻ വലിയ താല്പര്യമില്ല. അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ച് വി ഡി സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് കൃത്യമായി എത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു പക്ഷേ തിരുവമ്പാടി പോലെയുള്ള മുസ്ലിം ലീഗ് ജയിപ്പിച്ചെടുക്കാൻ കഴിയാവുന്ന സീറ്റുകൾ കൂടി കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് ഇവരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ഈ മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ തന്നെ കൃത്യമായി പാല ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അത് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അത് മാത്രമല്ല, പാലായിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 3 സീറ്റുകളിൽ, അതായത് കുണ്ടറയും ഈ പറയുന്ന പോലെ പാലയും അടക്കമുള്ള 3 സീറ്റുകളിൽ LDF മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് UDF കയ്യിലുള്ള സീറ്റുകളിൽ അതിലൊന്നാണ് ഈ പറയുന്ന പോലെ പാല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ അവിടെ നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല. ജയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആ സീറ്റടക്കം ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ LDF നിന്നപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കിട്ടിയത് 12 സീറ്റുകളാണ്. 13 സീറ്റുകൾ കിട്ടിയെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരെണ്ണം അവിടെയുള്ള പ്രശ്നങ്ങൾ മൂലം അത് വേണ്ടെന്ന് വെക്കേണ്ടിരുന്നു. ബാക്കി 12 സീറ്റാണ് കിട്ടിയത്. പക്ഷേ 12 തരാൻ കഴിയില്ല. പക്ഷേ 10 സീറ്റുകൾ തരാൻ കഴിയുമെന്നും ആ 10 സീറ്റുകളിൽ ഒരു 7-8 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്നും ജോസ് കെ മാണിയെ കൺവിൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3-3.5% വോട്ട് കിട്ടിയിട്ടുള്ള ജോസ് കെ മാണിയുടെ പാർട്ടി ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിരവധി സീറ്റുകളിൽ കൂടുതലായി മത്സരിച്ചെങ്കിൽ പോലും ഏതാണ്ട് 1.5% വോട്ടിലേക്ക് മാത്രമേ എത്തിയുള്ളൂ. അപ്പോൾ ജോസ് കെ മാണിയുടെ അണികളടക്കമുള്ള ആളുകൾ പോലും ഈ ഭരണത്തോട് വലിയ അസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അടക്കം കോട്ടയത്തും അതുപോലെ ഇടുക്കിയിലുമൊക്കെ മാറ്റി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ഒരു ധാരണയാണ് ജോസ് കെ മാണിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിനേക്കാൾക്ക് ഉപരിയായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ ഒരു സിനഡ് യോഗത്തിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ അത് സിനഡ് യോഗത്തിലേക്കൊന്നും ആരെയും വിളിക്കാറില്ല. പക്ഷേ യോഗത്തിലേക്കല്ല ഇത് വിളിച്ചത്. യഥാർത്ഥത്തിൽ ഒരു ഇൻവൈറ്റ് ആയി ചെന്ന് അദ്ദേഹം രാത്രിത്തെ അത്താഴ വിരുന്നിൽ കൂടി പങ്കെടുക്കുകയും ഇവരായിട്ട് ഏതാണ്ട് മണിക്കൂറുകളോളം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജോസ് കെ മാണിയോട് കഴിഞ്ഞ തവണ തന്നെ UDF നിന്ന് മാറാൻ പറഞ്ഞതും UDF നിന്ന് പുറത്താക്കിയതുമൊക്കെ തന്നെ സഭകളുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. നമ്മൾ പലപ്പോഴും ഈ പ്രളയമൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ചില പക്ഷികളൊക്കെ നേരത്തെ തിരിച്ചറിയും, ചില മൃഗങ്ങളൊക്കെ തിരിച്ചറിയുമെന്ന് പറയുന്ന പോലെ കേരളത്തിൽ ആരാണ് ജയിക്കാൻ കഴിയുക എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സഭാ നേതൃത്വമൊക്കെയാണ്. അപ്പോൾ അവർക്ക് അടുത്ത തവണ ഭരണത്തിലേറാനായിട്ട് ജോസ് കെ മാണി കൂടി വേണം. അങ്ങനെ ജോസ് കെ മാണി തീർച്ചയായിട്ടും LDF നിന്ന് UDF പൊക്കോളാൻ സഭാ നേതൃത്വം കൂടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സഭാ നേതൃത്വവുമായും UDF സംസാരിച്ചു. കൂടാതെ ദുബായിൽ വെച്ച് ഏതാണ്ട് 2 റൗണ്ട് ചർച്ചകളെങ്കിലും ജോസ് കെ മാണിയുമായി നടത്തി കഴിഞ്ഞു. ഏതാണ്ട് ഇത് കൺഫേം ആയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ അറിയിക്കാനുള്ള വാർത്ത. ഇതിനെ നേരിടാൻ LDF ശ്രമിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇനി അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ചോ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന അധികായനായിട്ടുള്ള തന്ത്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ചിലപ്പോൾ ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്നാലൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജോസ് കെ മാണി ഇത് തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ഈ തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം എന്ത് പറയും എന്ന് പറയുന്ന വലിയൊരു
പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നത്തിനും ഈ കഴിഞ്ഞ തവണ ദീപികയുടെ മുഖപ്രസംഗം എഴുതിയപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം JB കോശി കമ്മീഷൻ്റെ 200-ലധികം വരുന്ന ശുപാർശകൾ ഞങ്ങൾ നടപ്പിലാക്കി, ബാക്കിയുള്ളത് കൂടി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് LDF ഗവൺമെൻറ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ അവസാന കാലത്ത് നടപ്പിലാക്കി ആളെ പറ്റിച്ചിട്ട് കാര്യമില്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ നേരത്തെ നടപ്പാക്കേണ്ടതായിരുന്നു, അതിൽ നിങ്ങൾ ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപികയുടെ ലേഖനം കൂടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ചുരുക്കം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പക്ഷേ റോഷിയ ഈ പറയുന്ന ജോസ് കെ മാണി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പാർട്ടി ഉടനടി പിളരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇന്ന് റോഷി അഗസ്റ്റിനും അതുപോലെ പ്രമോദ് നാരായണനും ഈ രണ്ടുപേരും പോകില്ല എന്നുള്ള നിലക്കുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഇന്നലെ ക്രൈം ഓൺലൈനിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ രണ്ടുപേരും റോഷി അഗസ്റ്റിന് എന്തായാലും പോകാനൊരു സാധ്യതയില്ല. അപ്പോൾ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഉറപ്പായിട്ടും ഇവരുടെ ഒപ്പം പോകാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ നിരവധി പിളർപ്പുകളായി, പിളരും തോറും വളരും, വളരും തോറും പിളരും എന്ന് കെ എം മാണി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. ഒരു പിളർപ്പിന് കൂടി സാധ്യത ഒരുങ്ങുന്നു. അതായത് റോഷി അഗസ്റ്റിനും അതുപോലെ പ്രമോദ് നാരായണനും ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് പ്രത്യേകത. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ അംഗമൊക്കെ അദ്ദേഹത്തിന് മടുത്തു. കാരണം ഇടത്തവണെങ്കിലും മന്ത്രിയായേ പറ്റൂ, മന്ത്രിയാകണമെങ്കിൽ പാലായിൽ നിന്ന് ജയിച്ചേ പറ്റൂ. കൂടാതെ UDF അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം സാധ്യതകളാണ് കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് ദുബായിൽ വെച്ചിട്ടാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 LDF മീറ്റിങ്ങിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. കൂടാതെ ഇന്നലെ നടന്നിട്ടുള്ള സമരത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ മേഖലാ ജാഥകളിൽ മധ്യമേഖലയുടെ ജാഥ ക്യാപ്റ്റനായി തീരുമാനിച്ചിരുന്നത് ജോസ് കെ മാണിയാണ്. പക്ഷേ ജോസ് കെ മാണി ഇല്ല എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നേരത്തെ നമ്മുടെ VD സതീശൻ പറഞ്ഞ ഒരു വിസ്മയമെങ്കിൽ, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഐഷ പോറ്റി എന്ന് പറയുന്ന കൊട്ടാരക്കരയിൽ നിന്നുള്ള നേരത്തെ MLA ആയിരുന്നവർ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നുണ്ട്. കോൺഗ്രസ് മിക്കവാറും ആ സീറ്റ് അവർക്ക് കൊടുത്തേക്കും. കാരണം അത്തരത്തിൽ തോൽക്കാൻ സാധ്യതയുള്ള, എന്നാൽ വേണമെങ്കിൽ പിടിച്ചാലൊന്നും ജയിക്കാൻ കഴിയുന്ന, പിടിച്ചാൽ ജയിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ കൊട്ടാരക്കരയിൽ LDFനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സമ്മതനായിട്ടുള്ള LDF വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയാവുന്ന ഒരാളെ നിർത്തിയാൽ വേണമെങ്കിൽ KN ബാലഗോപാലിനെ കൂടി തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ഐഷ പോറ്റി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പാർട്ടിയിലേക്ക്. കോൺഗ്രസ് ഗംഭീരമായി പണിയെടുക്കുകയാണ്. CK ജാനു മുതൽ അതുപോലെ തന്നെ നിരവധി ആളുകൾ എല്ലാവരെയും തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട്, എല്ലാ ഈ പറയുന്ന പോലെ സോഷ്യൽ ഗ്രൂപ്പുകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിജയത്തിന് ഒരു റിസ്ക്കും എടുക്കാതെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള അസാന്ത പരിശ്രമമാണ് VD സതീശൻ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങും മത സാമുദായിക സംഘടനകളുടെ ഐക്യവും ഒക്കെ അദ്ദേഹം കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. ഇനി അടുത്തൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. RJD കഴിഞ്ഞ തവണ 3 സീറ്റുകളിൽ മത്സരിച്ചതാണ്. ഒരു സീറ്റ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അവർക്ക് മന്ത്രിസ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. അവരും ഏതാണ്ട് LDF വിട്ട് UDFിലേക്ക് പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വിസ്മയങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ ഈ പറയുന്ന പോലെ UDFിൽ നിന്ന് ഏതെങ്കിലും കക്ഷികൾ LDFിലേക്ക് വരാനും സാധ്യതകളുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, KM മാണിയുടെ പാർട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് അതൊരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ 10 സീറ്റ് കൊടുത്താണ്. അപ്പോൾ ഇവർക്കും കൂടി 10 സീറ്റ് കൊടുക്കൽ പ്രായോഗികമല്ല. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ നിരവധി സീറ്റുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടി വരും. അത്തരം പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ UDF കുറച്ചുകൂടി കലുഷിതമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള തത്രപ്പാട്ടിലാണ് UDF എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നേരിടും LDF എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു വലിയ പെർസെപ്ഷൻ ആളുകളുടെ മനസ്സിലേക്ക് എത്തും. കാരണം ജയിക്കാൻ പോകുന്ന UDF ആണെന്ന്. കാരണം അത്തരം ആളുകൾ നിരന്തരമായി കൊഴിഞ്ഞ് ഈ പറയുന്ന പോലെ UDFിലേക്ക് ഘടകകക്ഷികളടക്കം പോകുമ്പോൾ അടുത്ത തവണ ജയം അവർക്കായിരിക്കുമെന്ന് പറഞ്ഞാൽ തോന്നലുണ്ടാക്കാൻ അത് സഹായിക്കും. പക്ഷേ ചില ഒരു 10, 15, 20ഓളം മണ്ഡലങ്ങളിലും ഈ ജോസ് കെ മാണിയുടെ സ്വാധീനം വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന കാര്യമാണ് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ പോലും എനിക്കൊരു വലിയ സംശയമുള്ളത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒക്കെ കൂടി അതിൽ എത്ര പേരെ പിടിച്ചു നിർത്തും, എന്തായിരിക്കും ഈ പറയുന്ന പോലെ CPMൻ്റെ മറു പ്ലാൻ എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഒരു കാര്യം, ഇനി സംഭവ ബഹുലമായിരിക്കും യഥാർത്ഥത്തിൽ ഇനി കേരള രാഷ്ട്രീയം. കാരണം അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന മേഖലാ ജാഥയ്ക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള LDFിൻ്റെ ക്യാപ്റ്റന്മാരിൽ ഒരാൾ തന്നെ മുന്നണി വിടുന്നു എന്ന് പറയുന്നത് താൽക്കാലികമായി വലിയ ക്ഷീണം തന്നെയാണ് LDFന് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കളം മാറ്റങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. VD സതീശൻ പറഞ്ഞ പോലെ നിരവധി വിസ്മയങ്ങൾ കൂടി കാണാനിരിക്കുന്നുണ്ട്.